Next, we shall discuss about CGST Rule 17. CGST Rule 17 is concerned with issue of unique identification number. Unique identification number normally issue ചെയ്യുന്നത് UN-ഉമായിട്ട് ബന്ധപ്പെട്ട ഓർഗനൈസേഷൻസിനോ അല്ലെങ്കിൽ ഫോറിൻ എംബസികളോ കോൺസുലേറ്റോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പേഴ്സൺസിനാണ് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഇഷ്യൂ ചെയ്യുന്നത്. ഇനി അതല്ല എങ്കിൽ GST കമ്മീഷണർ നോട്ടിഫൈ ചെയ്യുന്ന സമയാസമയങ്ങളിൽ നോട്ടിഫൈ ചെയ്യുന്ന വ്യക്തികൾക്ക് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഇഷ്യൂ ചെയ്യപ്പെടുന്നതാണ്. യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഒബ്റ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറുള്ള ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ വാങ്ങുന്ന അല്ലെങ്കിൽ പർച്ചേസിൻ്റെ മേൽ പേ ചെയ്യുന്ന ടാക്സിന് റീഫണ്ട് ക്ലെയിം ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ UN ഓർഗനൈസേഷൻസോ അല്ലെങ്കിൽ മൾട്ടിലാറ്ററൽ ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻസ് റെക്കഗ്നൈസ്ഡ് ബൈ ദി UN ഇവർക്കൊക്കെ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കിട്ടും. അപ്പോൾ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇന്ത്യയിൽ നടത്തുന്ന പർച്ചേസുകൾക്ക് ആ സമയത്ത് നടത്തുന്ന പേയ്മെൻറ്റ് ഓഫ് ടാക്സ് അതിൻ്റെ റീഫണ്ട് ക്ലെയിം ചെയ്യാം എന്നുള്ളതാണ്. ഇത് GST റൂൾ 17 പ്രകാരമാണ്. ഇനി നമുക്ക് അതിൻ്റെ ആ പ്രൊവിഷൻസ് ഒന്ന് നോക്കാം. ദി ഫോളോയിങ് ഓർഗനൈസേഷൻസ് ക്യാൻ അപ്ലൈ. ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാവുന്നത്? ഫോർ UIN യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. എ സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. അപ്പം UN-ൻ്റെ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഏജൻസിക്ക് UAN അപ്ലൈ ചെയ്യാം. രണ്ടാമത് എ മൾട്ടിലാറ്ററൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓർഗനൈസേഷൻ നോട്ടിഫൈഡ് അണ്ടർ ദി യുണൈറ്റഡ് നേഷൻസ് ആക്ട് 1947. യുണൈറ്റഡ് നേഷൻസ് ആക്ട് 1947 പ്രകാരം നോട്ടിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്ന മൾട്ടിലാറ്ററൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇനി മൂന്നാമതായിട്ട് ദെൻ കോൺസുലേറ്റ് ഓർ എംബസി ഓഫ് ഫോറിൻ കൺട്രീസ്, വിദേശ രാജ്യങ്ങളുടെ കോൺസുലേറ്റോ എംബസിയോ അവർക്ക് UAN-ന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇനി അവസാനമായിട്ട് റൂളിൽ പറയുന്നത് എന്താണ്? എനി അതർ പേഴ്സൺ ഓർ ക്ലാസ് ഓഫ് പേഴ്സൺസ് ആസ് നോട്ടിഫൈഡ് ബൈ ദി കമ്മീഷണർ. GST കമ്മീഷൻ നോട്ടിഫൈ ചെയ്തിരിക്കുന്ന മറ്റ് വ്യക്തികൾക്കും UAN-ന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാം. ദെൻ നമ്മൾ ഇത് UAN യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ GSTIN-ലെ GSTIN-നും UAN-നും രണ്ടും രണ്ടാണ്. GSTIN ആൻഡ് UN ആർ ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പേഴ്സ്. രണ്ടും ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, രണ്ടും ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഈസ് allotted to regular taxpayers. അപ്പം GSTIN is allotted to regular taxpayers. GST ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ എടുത്ത് റെഗുലറായിട്ട് ടാക്സിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്ന റെഗുലർ ടാക്സ് പേയേഴ്സിന് ഇഷ്യൂ ചെയ്യുന്ന ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ് GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. ദെൻ ഹു ആർ റിക്വയർഡ് ടു കളക്ട് GST ആൻഡ് ഫയൽ GST റിട്ടേൺസ്. അപ്പം റെഗുലർ ടാക്സ് പേയേഴ്സ് എന്താ? They are required to collect GST and they are required to file regular returns. അങ്ങനെയുള്ളവർക്കാണ് GSTIN അലോട്ട് ചെയ്യുന്നത്. Then unique identification number UIN is allotted to only the above mentioned organizations. അപ്പം UN-നുമായിട്ട് ബന്ധപ്പെട്ട ഓർഗനൈസേഷൻസിനോ അല്ലെങ്കിൽ ഫോറിൻ കോൺസുലേറ്റോ എംബസികൾക്കോ ഇതിനെല്ലാം പുറമെ GST കമ്മീഷണർ കാലാകാലങ്ങളിൽ നോട്ടിഫൈ ചെയ്യുന്ന വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ ആണ് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ UN അലോട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ബെനിഫിറ്റ് ഇതാണ്. ദേ ക്യാൻ ക്ലെയിം റീഫണ്ട് ഓഫ് ടാക്സ് പെയ്ഡ് ബൈ ദം ഓൺ പർച്ചേസ് ഓഫ് ഗുഡ്സ്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ്. ഇനി ഇത് GST റൂൾ 17 എന്താണെന്ന് നോക്കാം. CGST റൂൾ 17 നമ്മൾ ആ നേരത്തെ പഠിച്ച യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ CGST റൂൾ 17 പ്രകാരം ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ റൂൾ എന്താണ് പറയുന്നത്?
every person required to be granted a unique identification number in accordance with the provisions of section 25 subsection 9. യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഇഷ്യൂ ചെയ്യുന്നത് സെക്ഷൻ 25 സബ്സെക്ഷൻ 9 പ്രകാരമാണ്. ഇനി ഇങ്ങനെ ഒരു യുണീക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ആവശ്യമായിരിക്കുന്ന ഒരു വ്യക്തി എന്താ? ഹി മേ സബ്മിറ്റ് an application electronically duly signed or verified through the electronic verification code at the common portal either directly or through a facilitation center notified by the commissioner. ഇങ്ങനെയുള്ള യുണീക് ഐഡന്റിഫിക്കേഷൻ നമ്പർ വേണമെങ്കിൽ അവർ GSTയുടെ കോമൺ പോർട്ടലിൽ സെക്ഷൻ 25 സബ്സെക്ഷൻ 9 പ്രകാരം യുണീക് ഐഡന്റിഫിക്കേഷൻ നമ്പർ വേണമെന്നുള്ളവർ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം. അത് കോമൺ പോർട്ടലിൽ ഇലക്ട്രോണിക്കലി കൊടുക്കുക. ഇവർക്കത് സ്വയം കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേഷൻ സെന്റർ മുഖാന്തരം കൊടുക്കുകയോ ചെയ്യാം. ദെൻ ദി പ്രോപ്പർ ഓഫീസർ, ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ GST റൂൾ CGST റൂൾ 17 സബ് റൂൾ 2 പ്രകാരം ദി പ്രോപ്പർ ഓഫീസർ മേ അപ്പോൺ സബ്മിഷൻ ഓഫ് ആൻ ആപ്ലിക്കേഷൻ ഇൻഫോം GST രജിസ്ട്രേഷൻ 13. ഇപ്പോൾ യുണീക് ഐഡന്റിഫിക്കേഷൻ നമ്പറിന് വേണ്ടി ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നത് ഫോം GST രജിസ്ട്രേഷൻ 13ലാണ്. ഓർ ആഫ്റ്റർ ഫില്ലിംഗ് അപ്പ് ദി സബ് ഫോം ഓർ ആഫ്റ്റർ റിസീവിംഗ് എ റെക്കമെൻഡേഷൻ ബൈ ദി മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. ഇപ്പോൾ ഫോം കൊടുക്കുക അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എന്നൊരു റെക്കമെൻഡേഷൻ കിട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എന്താ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അസൈൻ എ യുണീക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ടു ദി സബ് പേഴ്സൺ ആൻഡ് ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ് ഇൻ ഫോം GST രജിസ്ട്രേഷൻ 06. ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കിട്ടുകയോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ ഒരു റെക്കമെൻഡേഷൻ കിട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ പ്രോപ്പർ ഓഫീസർ എന്താണ്? ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. അത് GST രജിസ്ട്രേഷൻ 06 പ്രകാരമാണ്. വിതിൻ എ പീരീഡ് ഓഫ് 3 വർക്കിംഗ് ഡേയ്സ്. ഇപ്പോൾ ആപ്ലിക്കേഷൻ കിട്ടിയോ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ കിട്ടിയോ 3 വർക്കിംഗ് ഡേയ്ക്ക് ഉള്ളിൽ ഇങ്ങനെ ഒരു രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യണമെന്നാണ് CGST റൂൾ 17 സബ് റൂൾ 2 പറയുന്നത്. ദെൻ CGST റൂൾ 18 is regarding the display of registration certificate and GST identification number. CGST റൂൾ 18 എന്താ? ഡിസ്പ്ലേ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആൻഡ് GST ഐഡന്റിഫിക്കേഷൻ നമ്പർ. റൂളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എവിടെയൊക്കെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, ഇതിന്റെ ഐഡന്റിഫിക്കേഷൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അത് എവിടെയൊക്കെ ഡിസ്പ്ലേ ചെയ്യണം. അത് പറഞ്ഞിരിക്കുന്നത് CGST റൂൾ 18 സബ് റൂൾ 1 പ്രകാരം every registered person shall display a certificate of registration in a prominent location at his principal place of business and every additional place or place of business. GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസിനും അവരുടെ രജിസ്റ്റേർഡ് പ്ലേസ് ഓഫ് ബിസിനസ്സിലും അതുപോലെ എല്ലാ അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ്സിലും പ്രോമിനന്റ് ആയ ഒരു പ്ലേസിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കണം. ആളുകൾക്ക് അത് കാണാൻ സാധിക്കണം. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് വിസിറ്റേഴ്സിന് കാണാവുന്ന രീതിയിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കണം. അത് അയാളുടെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്സിലും അതുപോലെ തന്നെ എല്ലാ പ്ലേസ് ഓഫ് ബിസിനസ്സുകളും, ഒന്നിലധികം പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടെങ്കിൽ അവിടെ എല്ലാം ഈ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഡിസ്പ്ലേ ചെയ്തിരിക്കണം. Then CGST rule 18 sub rule 2, every registered person shall display his goods and services tax identification number. ഇനി GST ഐഡന്റിഫിക്കേഷൻ നമ്പർ എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസും അവിടെ പ്രിൻസിപ്പൽ ഓഫീസിന്റെ ഫ്രണ്ടിലുള്ള നെയിം ബോർഡിലും അതുപോലെ തന്നെ മറ്റെല്ലാ ബിസിനസ് പ്ലേസസിന്റെയും മെയിൻ നെയിം ബോർഡിൽ ആ GST ഐഡന്റിഫിക്കേഷൻ നമ്പറും കൂടി മെൻഷൻ ചെയ്തിരിക്കണം. Every registered person shall display his goods and service tax identification number on the name board exhibited at the entry of his principal place of business. ഒരു രജിസ്റ്റേർഡ് പേഴ്സന്റെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസിന്റെ എൻട്രി പോയിന്റുള്ള പ്രധാനപ്പെട്ട നെയിം ബോർഡിലും അയാളുടെ മറ്റു പ്ലേസ് ഓഫ് ബിസിനസ്സുകളുടെ എൻട്രി പോയിന്റിലുള്ള നെയിം ബോർഡുകളിലും GST ഐഡന്റിഫിക്കേഷൻ നമ്പർ മെൻഷൻ ചെയ്തിരിക്കണം. ഇതും GST റൂൾ 18 പ്രകാരമാണ്. അപ്പം CGST റൂൾ 18 സബ് റൂൾ 1 സബ് റൂൾ 2.
സബ് റൂൾ 1 എന്താ? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്സിൽ ഒരു പ്രോമിനന്റ് പ്ലേസിൽ എക്സിബിറ്റ് ചെയ്തിരിക്കണം. അതുപോലെ GST ഐഡന്റിഫിക്കേഷൻ നമ്പർ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസിന്റെ എൻട്രി പോയിന്റിലെ നെയിം ബോർഡിൽ, അതുപോലെ മറ്റ് പ്ലേസ് ഓഫ് ബിസിനസ്, മറ്റ് ഏതൊക്കെ ബ്രാഞ്ചുകളുണ്ടോ അല്ലെങ്കിൽ മറ്റെവിടെയൊക്കെ ബിസിനസ് പ്ലേസുകളുണ്ടോ അവിടെ എല്ലാം നെയിം ബോർഡിൽ GST ഐഡന്റിഫിക്കേഷൻ നമ്പർ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. ഇത് CGST റൂൾ 18 സബ് റൂൾ 1 ആൻഡ് സബ് റൂൾ 2 പ്രകാരമാണ്. Then next is section 28. നമ്മൾ CGST റൂളും അതുപോലെ തന്നെ CGSTയുടെ സെക്ഷൻസും നമ്മൾ 1 by 1 ആയിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അമെൻമെന്റ് ഓഫ് രജിസ്ട്രേഷൻ. ഈ ആക്ടിലാണ് ഇതിൻ്റെ അകത്തെ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ടപ്പം റൂളിൽ അതിൻ്റെ പ്രൊസീജിയറാണ് പറയുന്നത്, ഏത് രീതിയിലാണ് ഇത് നടപ്പിലാക്കുന്നത്. ആക്ടിൽ ഇപ്പം CGST റൂൾ അമെൻമെന്റ് ഓഫ് രജിസ്ട്രേഷൻ ഇസ് ഗിവൺ ഇൻ സെക്ഷൻ 28. സെക്ഷൻ 28ൽ രജിസ്ട്രേഷൻ അമെൻമെന്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രൊവിഷൻസ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രൊസീജിയറാണ് അതിനനുബന്ധമായിട്ട് വരുന്ന റൂളിൽ പറഞ്ഞിരിക്കുന്നത്. അമെൻമെന്റ് ഓഫ് രജിസ്ട്രേഷൻ ഇസ് ഗിവൺ സെക്ഷൻ 28. Every registered person and a person to whom a unique identification number has been assigned shall inform the proper officer of any changes in the information furnished at the time of registration. പിന്നെ ഒരു രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താ? ഒരു യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ കിട്ടി. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ ഫർണിഷ് ചെയ്തിരുന്ന ഇൻഫർമേഷൻ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ ഓഫീസറെ അറിയിച്ചിരിക്കണം. ഇൻ സച്ച് ഫോം ആൻഡ് മാനർ ആൻഡ് വിതിൻ സച്ച് പീരീഡ് ആസ് മേ ബി പ്രിസ്ക്രൈബ്. ഇപ്പം ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ അതിന് ഏത് ഫോമിലായിരിക്കണം, ഏത് മാനറിലായിരിക്കണം, ഏത് കാലാവധിക്കുള്ളിലായിരിക്കണം എന്നുള്ളത് CGSTയുടെ സെക്ഷൻ 28ൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് സെക്ഷൻ 28 സബ്സെക്ഷൻ 1 ആണ്. ദെൻ സെക്ഷൻ 28 സബ്സെക്ഷൻ 2 എന്താണെന്ന് നോക്കാം. The proper officer may, on the basis of information furnished under subsection 1, നമ്മൾ നേരത്തെ പറഞ്ഞ subsection 1 പ്രകാരം, or as ascertained by him, approve or reject amendments in registration particulars in such manner and within such period as may be prescribed. രജിസ്ട്രേഷനിൽ എന്തെങ്കിലും അമെൻമെന്റ് വരുത്തുന്നതിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ പ്രിസ്ക്രൈബ്ഡ് ടൈമിനുള്ളിൽ പ്രിസ്ക്രൈബ്ഡ് മാനറിൽ കിട്ടിക്കഴിഞ്ഞാൽ the proper officer may accept that or reject that. പ്രോപ്പർ ഓഫീസർക്ക് എന്താ വേണമെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യാം. ഈ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ റിജക്റ്റ് ചെയ്യുകയാണെങ്കിലും അതിന് ടൈം ലിമിറ്റ് ഉണ്ട്. ദെൻ അതാണ് റൂൾ 3. എനി റിജക്ഷൻ ഓർ അപ്രൂവൽ ഓഫ് അമെൻമെന്റ്സ് അണ്ടർ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട്, SGST പ്രകാരമോ CGST പ്രകാരമോ ഒരു ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷനോ ആപ്ലിക്കേഷൻ ഫോർ അമെൻമെന്റോ അക്സെപ്റ്റ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് CGST ആക്ട് പ്രകാരം അക്സെപ്റ്റ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്തിരിക്കുന്നതായിട്ട് കണക്കാക്കപ്പെടും. ഇത് CGST ആക്ടിൽ സെക്ഷൻ 28ൽ സബ്സെക്ഷൻ 3ൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇതെന്താ? സെക്ഷൻ 28 ഈസ് റിലേറ്റഡ് ടു ദി അമെൻമെന്റ് ഓഫ് രജിസ്ട്രേഷൻ. ഒരിക്കൽ രജിസ്ട്രേഷൻ നടത്തിക്കഴിഞ്ഞാൽ, ഒരിക്കൽ ഇതാണ് GST ഐഡന്റിഫിക്കേഷൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ, ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പറോ ഇനി അതല്ല യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പറോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ മാറ്റങ്ങൾ വരുത്താം. അപ്പം മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ CGST ആക്ടിൽ പറഞ്ഞിരിക്കുന്ന മാനറിൽ അതുപോലെ തന്നെ ഫോമിൽ നിശ്ചിത സമയത്തിനുള്ളിൽ ആപ്ലിക്കേഷൻ കൊടുക്കണം. ഇങ്ങനൊരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പ്രോപ്പർ ഓഫീസർ ആപ്ലിക്കേഷൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാം, ഇതല്ല എങ്കിൽ അത് റിജക്റ്റ് ചെയ്യാം. ദെൻ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ. ഒരിക്കലും രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യപ്പെടാം. അപ്പം അത് സെക്ഷൻ 29ലാണ് പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 29. സെക്ഷൻ 28 ഈസ് റിലേറ്റഡ് ടു അമെൻമെന്റ് ഓഫ് രജിസ്ട്രേഷൻ. എന്തെങ്കിലും മാറ്റങ്ങൾ രജിസ്ട്രേഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണ് ചെയ്യുന്നത്. ഇനി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യപ്പെടുക.
അത് സെക്ഷൻ 29 കൊടുത്തിരിക്കുന്നത്. അതാരാ ക്യാൻസൽ ചെയ്യുന്ന? പ്രോപ്പർ ഓഫീസർ. GST ആക്ടിന്റെ പ്രകാരത്തിലെ കൺസേൺഡ് ഓഫീസർ അല്ലെങ്കിൽ പ്രോപ്പർ ഓഫീസറാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യുന്നതും ക്യാൻസൽ ചെയ്യുന്നതും പ്രോപ്പർ ഓഫീസറാണ്. ദി പ്രോപ്പർ ഓഫീസർ മേ ഐദർ ഓൺ ഹിസ് ഓൺ മോഷൻ സുവോ മോട്ടോ, പ്രോപ്പർ ഓഫീസറിന്റെ അയാളുടെ എൻക്വയറിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു സർവേയുടെ ഭാഗമായിട്ടോ മറ്റേതെങ്കിലും രീതിയിലോ അയാൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ സുവോ മോട്ടോ ക്യാൻസലേഷന് വേണ്ടി മൂവ് ചെയ്യുന്നു. അപ്പോൾ അതാണ് ഓൺ ഹിസ് ഓൺ മോഷൻ ഓർ ആൻ ആപ്ലിക്കേഷൻ ഫയൽഡ് ബൈ ദി രജിസ്റ്റേർഡ് പേഴ്സൺ. രജിസ്റ്റേർഡ് പേഴ്സൺ ഒരു ക്യാൻസലേഷന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ പ്രോപ്പർ ഓഫീസർ സ്വയം ക്യാൻസലേഷന് വേണ്ടി പ്രൊസീഡിങ്സ് ആരംഭിക്കുന്നു. ഓർ ബൈ ഹിസ് ലീഗൽ ഹയേഴ്സ്, അപ്പം രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലെങ്കിൽ അയാളുടെ നിയമപരമായ അനന്തരാവകാശികളോ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണം. ഇൻ കേസ് ഓഫ് ദി ഡെത്ത് ഓഫ് സച്ച് പേഴ്സൺ, അപ്പം ലീഗൽ ഹയേഴ്സ് പിക്ചറിൽ വരുന്ന എപ്പോഴാണ്? രജിസ്റ്റേർഡ് പേഴ്സൺ മരണപ്പെടുകയാണെങ്കിൽ ആ മരണപ്പെട്ടിരിക്കുന്ന ഡിസീസ് പേഴ്സന്റെ ലീഗൽ ഹയേഴ്സ് അവർ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. ദെൻ ക്യാൻസൽ രജിസ്ട്രേഷൻ, അപ്പം അങ്ങനെ എന്താ? രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. ഇൻ സച്ച് മാനർ ആൻഡ് വിതിൻ സച്ച് പീരീഡ് ആസ് മേ ബി പ്രിസ്ക്രൈബ്. ഇൻ സച്ച് മാനർ ആൻഡ് വിതിൻ സച്ച് പീരീഡ് ആസ് മേ ബി പ്രിസ്ക്രൈബ് ബൈ ദി CGST ആക്ട് ഹാവിംഗ് റിഗാർഡ് ടു ദി സർക്കംസ്റ്റാൻസസ്. അപ്പോൾ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി, ഹാവിംഗ് റിഗാർഡ് ടു സർക്കംസ്റ്റാൻസസ് വെയർ. ദെൻ സബ്സെക്ഷൻ 1 സബ്സെക്ഷൻ A, the business has been discontinued, transferred fully for any reason including death of the proprietor. അപ്പം ബിസിനസ് പൂർണ്ണമായിട്ടും ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നു അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു എന്തെങ്കിലും കാരണവശാൽ. റീസൺ ഇൻക്ലൂഡിംഗ് ഡെത്ത് ഓഫ് ദി പ്രൊപ്പറേറ്റർ, അമാൽഗമേറ്റഡ് വിത്ത് അതർ എൻറ്റിറ്റി, ഡീമേജ്ഡ് ഓർ അതർവൈസ് ഡിസ്പോസ്ഡ് ഓഫ്. ഇവിടെ എന്താ? ബിസിനസ് ഡീമേർജ് ചെയ്തു, മറ്റൊരു ബിസിനസ്സുമായിട്ട് അമാൽഗമേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഫുള്ളായിട്ട് ഡിസ്പോസ് ചെയ്തു. എന്താ? അവിടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യപ്പെടാം. ദെൻ B, there is any change in the constitution of the business. ആ ബിസിനസിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേഞ്ച് വരുത്തുന്നു, നിലവിലുള്ള GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യപ്പെടാം. Then C, the taxable person other than the person registered under subsection 3 of the section 25. സെക്ഷൻ 25 സബ്സെക്ഷൻ 3 എന്താ? വോളണ്ടറി രജിസ്ട്രേഷൻ. വോളണ്ടറി രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലാതെ മറ്റെല്ലാ ടാക്സബിൾ പേഴ്സൺസും, ദി ടാക്സബിൾ പേഴ്സൺ അതർ ദാൻ ദി പേഴ്സൺ രജിസ്റ്റേർഡ് അണ്ടർ സബ്സെക്ഷൻ 3 ഓഫ് സെക്ഷൻ 25. സബ്സെക്ഷൻ 3 ഓഫ് സെക്ഷൻ 25 എന്താ? വോളണ്ടറി രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം വോളണ്ടറി രജിസ്ട്രേഷൻ അല്ലാതെ മറ്റെല്ലാ രീതിയിലും രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ആളുകൾ, മറ്റു രീതിയിൽ എന്താ? സെക്ഷൻ 22 സെക്ഷൻ 24. അപ്പം അതേത് രീതിയിലാണ് വരുന്നത്? ഈസ് നോ ലോങ്ങർ ലയബിൾ ടു ബി രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 22 ഓർ സെക്ഷൻ 24. അപ്പം നമുക്ക് ദി ടാക്സബിൾ പേഴ്സൺ അതർ ദാൻ ദി പേഴ്സൺ രജിസ്റ്റേർഡ് അണ്ടർ സബ്സെക്ഷൻ 3 ഓഫ് സെക്ഷൻ 25 ഈസ് നോ ലോങ്ങർ ലയബിൾ ടു ബി രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 22 ഓർ സെക്ഷൻ 24. അപ്പം ഒരിക്കൽ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് രജിസ്ട്രേഷൻ എടുക്കാനുള്ള ബാധ്യതയില്ല. സെക്ഷൻ 22 പ്രകാരവുമില്ല, സെക്ഷൻ 24 പ്രകാരവുമില്ല. സെക്ഷൻ 22 എന്താണ്? രജിസ്ട്രേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ദി ത്രഷ്ഹോൾഡ് ലിമിറ്റ്, തൊട്ട് തലേ സാമ്പത്തിക വർഷത്തെ അഗ്രിഗേറ്റ് ടേൺ ഓവറിന്റെ അടിസ്ഥാനത്തിൽ. ഇനി സെക്ഷൻ 24 എന്താ? കമ്പൽസറി രജിസ്ട്രേഷൻ. സെക്ഷൻ 24 പറഞ്ഞിട്ടുണ്ട് നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ എടുത്തിരിക്കേണ്ട കേസസ് ഉണ്ട്. ദെൻ സെക്ഷൻ 29 സബ്സെക്ഷൻ 2 എന്താണെന്ന് നോക്കാം. ദി പ്രോപ്പർ ഓഫീസർ മേ ക്യാൻസൽ ദി രജിസ്ട്രേഷൻ ഓഫ് എ പേഴ്സൺ ഫ്രം സച്ച് ഡേറ്റ് ഇൻക്ലൂഡിംഗ് എനി റെട്രോസ്പെക്റ്റീവ് ഡേറ്റ്. ഇപ്പം പ്രോപ്പർ ഓഫീസർക്ക് എന്താണ്? രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം ഫ്രം സച്ച് ഡേറ്റ് ഓർ ഫ്രം ഇൻക്ലൂഡിംഗ് സച്ച് റെട്രോസ്പെക്റ്റീവ് ഡേറ്റ്, മുൻകാല പ്രാബല്യത്തോടെ വേണമെങ്കിലും രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. ആസ് ഹി മേ ഡീം ഫിറ്റ്. ഇപ്പം എന്താ? പ്രോപ്പർ ഓഫീസർ ഡീം ഫിറ്റ് ആണെന്നല്ലെങ്കിൽ പ്രോപ്പർ ഓഫീസറിന്റെ ബോധ്യം അനുസരിച്ച്, പ്രോപ്പർ ഓഫീസറിന് ബോധ്യപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രോപ്പർ ഓഫീസർ തീരുമാനിക്കുന്ന ഒരു ദിവസം തൊട്ട്
അല്ലെങ്കിൽ വിത്ത് റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ്, ഈ ആപ്ലിക്കേഷൻ കിട്ടിയിരിക്കുന്ന ഡേറ്റ് മുൻകാല പ്രാബല്യത്തോടെ വേണമെങ്കിലും രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. അതിന് വേർ, അതിന്റെ വീണ്ടും സബ്സെക്ഷൻ പറയുന്നത് എന്താ? വേർ എ രജിസ്റ്റേർഡ് പേഴ്സൺ ഹാസ് contravene such provisions of the act or the rules made thereunder as may be prescribed. അപ്പം ഒരു രജിസ്റ്റേർഡ് വ്യക്തി GST ആക്ടിനും റൂളിനും വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയാണ് എങ്കിൽ മുൻകാല പ്രാബല്യത്തോടെ വേണമെങ്കിൽ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. പ്രോപ്പർ ഓഫീസറിന് അതിനുള്ള അതോറിറ്റി ഉണ്ട്. അത് സെക്ഷൻ 29 സബ്സെക്ഷൻ 2 സബ്സെക്ഷൻ എ പ്രകാരമാണ്. ദെൻ റൂൾ 20 സെക്ഷൻ 29 subsection 2 subsection b, a person paying tax under section 10, section 10 എന്താണ്? composite levy ആണ്, composite taxation, has not furnished return for 3 consecutive tax period. composite levy പ്രകാരം ടാക്സ് പേ ചെയ്യുന്ന ഒരു വ്യക്തി തുടർച്ചയായ 3 ടാക്സ് പീരീഡ് റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല എങ്കിൽ പ്രോപ്പർ ഓഫീസർ മേ ക്യാൻസൽ ഹിസ് രജിസ്ട്രേഷൻ. പ്രോപ്പർ ഓഫീസർക്ക് ആ വ്യക്തിയുടെ അല്ലെങ്കിൽ such a person's registration can be cancelled by the proper officer. Then C, any registered person other than the person specified in clause B has not furnished returns for continuous period of 6 months. ഒരു സെക്ഷൻ ബിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കോമ്പസിറ്റ് ലെവി പ്രകാരം ടാക്സ് പേ ചെയ്യുന്ന ഒരു വ്യക്തി അടുപ്പിച്ച് 3 പീരീഡിലേക്കുള്ള റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല എങ്കിൽ അയാളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. ഇനി മറ്റ് വ്യക്തികൾക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? എനി രജിസ്റ്റേർഡ് പേഴ്സൺ അതർ ദാൻ ദി പേഴ്സൺ സ്പെസിഫിക് ഇൻ ക്ലോസ് ബി ഹാസ് നോട്ട് ഫർണിഷ്ഡ് റിട്ടേൺ ഫോർ എ കണ്ടിന്യൂസ് പീരീഡ് ഓഫ് 6 months. അപ്പം മറ്റ് ടാക്സബിൾ രജിസ്റ്റേർഡ് പേഴ്സൺസ് തുടർച്ചയായി 6 മാസത്തേക്ക് റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല എങ്കിൽ their registration can be cancelled by the proper officer. ഇതെല്ലാം സെക്ഷൻ 29 സബ്സെക്ഷൻസിൽ പറഞ്ഞിരിക്കുന്നതാണ്. Then section 29 subsection 2 subsection D, any person who has taken voluntary registration under subsection 3 of section 25 has not commenced business. ഒരു വോളണ്ടറി രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു വ്യക്തി ഈ രജിസ്ട്രേഷൻ എടുത്ത് 6 മാസമായിട്ടും ബിസിനസ് ആരംഭിക്കുന്നില്ല എങ്കിൽ has not commenced business within 6 months from the date of registration. Voluntary registration section 25 section 3 പ്രകാരം എടുത്തിരിക്കുന്ന ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ഈ രജിസ്ട്രേഷൻ എടുത്ത് 6 മാസത്തിനുള്ളിൽ ബിസിനസ് ആരംഭിക്കുന്നില്ല എങ്കിൽ such a person's registration can be cancelled by the proper officer. അവിടെയും ക്യാൻസൽ ചെയ്യപ്പെടും. Then CE, registration has been obtained by means of fraud, then willful misstatement or suppression of facts. പ്രോപ്പർ ഓഫീസറിനെ കബളിപ്പിച്ചോ, ഫാക്റ്റുകൾ എന്താണ് തെറ്റായ രീതിയിൽ ഫാക്റ്റുകൾ അവതരിപ്പിച്ചോ, വിവരങ്ങൾ അവതരിപ്പിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും വിവരം മറച്ചു വെച്ചോ പ്രോപ്പർ ഓഫീസറെ തെറ്റിദ്ധരിപ്പിച്ചാണ് രജിസ്ട്രേഷൻ കരസ്ഥമാക്കിയിരിക്കുന്നതെങ്കിൽ ഈ കാര്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പ്രോപ്പർ ഓഫീസർ ക്യാൻ cancel the registration cancel ചെയ്യാം. Then the cancellation of registration under this section shall not affect the liability of the person to pay tax. ഇങ്ങനെ സെക്ഷൻ 29 പ്രകാരം രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്താലും അതുവരെയുള്ള ടാക്സിന്റെ ലയബിലിറ്റി ഒന്നും ഇല്ലാതാകുന്നില്ല. ആ രജിസ്ട്രേഷന്റെ ഡേറ്റ് വരെയുള്ള എല്ലാ ലയബിലിറ്റിയും അതുപോലെ തന്നെ നിലനിൽക്കും. രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തു എന്നുകൊണ്ട് അങ്ങനെ ക്യാൻസൽ ചെയ്യപ്പെടുന്ന രജിസ്റ്റേർഡ് പേഴ്സന്റെ ടാക്സബിൾ പേഴ്സന്റെ ലയബിലിറ്റി ഇല്ലാതാകുന്നില്ല. രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യപ്പെടുന്ന ആ ദിവസം തൊട്ട് ലയബിലിറ്റി ഒഴിവാകാം, പക്ഷെ അതിന് മുമ്പുള്ള എല്ലാ ലയബിലിറ്റിയും അതേപോലെ തന്നെ നിലനിൽക്കും. Then അത് ഒന്നുകൂടെ നോക്കാം. The cancellation of registration under this section shall not affect the liability of the person to pay tax and other dues under this act or to discharge any obligation under this act. ഈ ആക്ട് പ്രകാരമുള്ള എന്തെങ്കിലും ബാധ്യത ഉണ്ടെങ്കിൽ അത് ഡിസ്ചാർജ് ചെയ്യണം, അതൊന്നും ഒഴിവാകുന്നില്ല. or the rules made thereunder for any period prior to the date of cancellation. രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്താലും prior to the date of cancellation, രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യപ്പെടുന്നതിനും മുമ്പുള്ള എല്ലാ ബാധ്യതകളും
എല്ലാ ഓബ്ലിഗേഷൻസും അതുപോലെ തന്നെ നിലനിൽക്കും. ഇതാണ് കൃത്യമായിട്ട് ആ റൂളിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ ദി ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ അണ്ടർ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അത് പറഞ്ഞിരിക്കുന്നത് എന്താ? SGST ആക്ട് പ്രകാരമോ UTGST ആക്ട് പ്രകാരമോ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യപ്പെടുകയാണെങ്കിൽ അത് CGST ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യപ്പെട്ടിരിക്കുന്നതായിട്ട് കണക്കാക്കപ്പെടും. ഇഷ്യൂവിന്റെ കേസിലും അങ്ങനെയാണ്. രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യുമ്പോഴും ക്യാൻസൽ ചെയ്യുമ്പോഴും എല്ലാം SGST ആക്ട് പ്രകാരമോ UTGST ആക്ട് പ്രകാരമോ ഇഷ്യൂ ചെയ്യുകയോ ക്യാൻസൽ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇത് CGST ആക്ട് പ്രകാരം ഇഷ്യൂ ചെയ്തിരിക്കുന്നതായിട്ടോ ക്യാൻസൽ ചെയ്തിരിക്കുന്നതായിട്ടോ കണക്കാക്കപ്പെടും. ദെൻ ഇനി സബ്സെക്ഷൻ 5-ൽ പറഞ്ഞിരിക്കുന്നത് every registered person whose registration is cancelled shall pay an amount by way of debit in the electronic credit ledger or electronic cash ledger equivalent to the credit of input tax in respect of inputs held in stock and input contained in semi-finished or finished goods held in stock or capital goods or plant and machinery on the day immediately preceding the date of such cancellation of the output tax or the output tax payable on such goods whichever is higher. അങ്ങനെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഇൻപുട്ട് ടാക്സ് ബാധ്യതയോ ഔട്ട്പുട്ട് ടാക്സ് ഏതാണോ കൂടുതലായിട്ട് വരുന്നത് അത് അതിന്റെ ഇമ്മീഡിയറ്റ് ഡേയിൽ തന്നെ പേയ്മെന്റ് നടത്തിയിരിക്കണം. പേയ്മെന്റ് നടത്തുന്നത് ഏതാണ്? ദാറ്റ് ഹാസ് ടു ബി ബൈ വേ ഓഫ് ഡെബിറ്റ് ഇൻ ദി ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ ഓർ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. ഇത് സെക്ഷൻ 29-ലെ സബ്സെക്ഷൻ 5 പ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇതിന്റെ സെക്ഷൻ 20-നെ സബ്സെക്ഷൻ 6 എന്താണെന്ന് നോക്കാം. അത് 29-ൽ അവസാനത്തെ സബ്സെക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. റിഗാർഡിംഗ് ദി ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ, ദി അമൗണ്ട് പേയബിൾ അണ്ടർ സബ്സെക്ഷൻ 5, നമ്മൾ ആ നേരത്തെ പറഞ്ഞത് ഇൻപുട്ട് ടാക്സിന്റെ ലയബിലിറ്റി ആണോ ഔട്ട്പുട്ട് ടാക്സ് ആണോ ഏതാണോ കൂടുതൽ അതിന്റെ പേയ്മെന്റ് നടത്തണം, അതാണ് ലയബിലിറ്റി. The amount payable under subsection 5 shall be paid in such manner as may be prescribed. As may be prescribed in the CGST Act and CGST rule. CGST ആക്ടും റൂളിലും പറഞ്ഞിരിക്കുന്ന രീതിയിൽ വേണം ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്.